Hi friends, welcome back to my channel. എൻ്റെ കോൾഡ് മാറിയിട്ടില്ല, അതാണ് സൗണ്ട് ചേഞ്ച് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചു ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ നല്ല രീതിയിൽ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ മെൽറ്റ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം, നല്ല പ്രീമിയം ചോക്ലേറ്റോ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ മിൽക്ക് ചോക്ലേറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതും ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ. നിങ്ങൾക്കിത് ഞാനിവിടെ ചോക്ലേറ്റ് ബാർ, ദുബായ് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ദുബായ് ചോക്ലേറ്റ് ബാർ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അത് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പിസ്ത സ്പ്രെഡ് വേണം, അതായത് പിസ്താഷിയോ ബട്ടർ എന്ന് പറയും. പിസ്താഷിയോ ബട്ടറും പിന്നെ ഗുനാഫയും ആണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടത്. പിന്നെ ഗുനാഫ നല്ല നമുക്ക് ക്രിസ്പി ആയിട്ട് ഉള്ളിലൊരു കടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിസ്ത നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും സോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇത് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞാനിവിടെ ബാറാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് ബാർസൊക്കെ ചെയ്യാൻ പറ്റും. നല്ല ചെറിയ ചെറിയ മോൾഡൊക്കെ ചോക്ലേറ്റിനെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പാട്ടകളൊക്കെ ഉണ്ടാവില്ലേ, ബോട്ടിൽസ്, അങ്ങനത്തേലൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പിസ്ത ഇങ്ങനെ ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. കുറച്ചൊന്ന് സോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് വന്നിട്ട്. അപ്പോൾ ഇതിലേക്ക് അൺസോൾട്ടഡ് ആയിട്ടുള്ള പിസ്ത എടുക്കുന്നതാണ് നല്ലത്. സോൾട്ടഡ് ആകുമ്പോൾ കൂടുതൽ ഉപ്പ് രസം വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി, സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പിസ്താഷിയോ ബട്ടർ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുനാഫയാണ്, ഒരു ക്രിസ്പി വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ബട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗുനാഫ ഇതൊരു സ്പെഷ്യൽ ഗുനാഫ ആണ് കേട്ടോ. ഒരു ഡ്രൈ ആയിട്ടുള്ളതാണ്, ഫ്രീസഡ് ആയിട്ടുള്ള ഗുനാഫയല്ല. അപ്പോൾ അത് ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താ സ്റ്റവിൽ വെച്ചിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് 220 ഡിഗ്രിയിൽ 10 മിനിറ്റ് നല്ലോണം ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയായി കിട്ടും. നല്ല ക്രിസ്പി ഗുനാഫ റെഡിയായി കിട്ടും, കണ്ടില്ലേ? അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ ഒരു ട്രേയിലാണ് ഞാൻ ബാർ എടുക്കുന്നത്. എനിക്കൊരു മോൾഡും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോൾഡിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇടണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ട്രേയിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു വൈറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റിൻ്റെ പുറത്ത്. അതിനുശേഷം നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വളരെ തിൻ ലെയർ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അധികം എന്താ പറയുക, ചോക്ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാർഡ്നെസ് വരും. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഗുനാഫ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു പിസ്താഷിയോ ബട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടായിരുന്നു, ബാലൻസ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ കൂടുതൽ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഷുഗറൊക്കെ ഞാൻ ഷുഗർ പൊടിച്ചത് ചേർത്തത് കൊണ്ട് തന്നെ എനിക്ക് ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രെഡാണ് നമ്മൾ അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഫില്ലിങ് നമുക്ക് ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് സെയിൽ ചെയ്യാമെന്ന്. ആരെങ്കിലും ചെറിയ ഷോർട്ട്സോ വലിയ ബാർസോ പലതരം ഷേപ്സിലോ ഹാർട്ട് ഷേപ്സിലൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് അത് നമുക്കൊന്ന് സ്പ്രെഡാക്കി അടുത്തത് അത് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ കവർ ചെയ്ത് വരണം. ഇത് ഉള്ളിലുള്ള ഒരു ഫില്ലിംഗ് ആയിട്ട് തന്നെ വരണം. പുറത്തായി കഴിഞ്ഞാൽ നല്ല
ഈ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും സൈഡിലും ഒക്കെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് എന്താ പറയുക സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് ആ ഒരു ഗുനാഫ മിക്സ് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാവും. അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മീതെ ഞാൻ കുറച്ചൊരു വൈറ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഷെയ്ഡ് വരാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനിങ് ഒക്കെ അല്ലെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ബദാം മിക്സ് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാം, ബദാം ബട്ടറും അങ്ങനെ ഗുനാഫയൊക്കെ, പിന്നെ കാഷ്യൂ നട്ട്സ് ചെയ്യാം. ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുള്ളത്, പിസ്താഷിയോ വിത്ത് നമ്മുടെ ഗുനാഫ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ബാർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കഴിച്ചിട്ട്. അപ്പോൾ ഇതാണ് നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ഗുനാഫയാണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് ബാറാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ സെൻഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ ദുബായ് ബാർ വീഡിയോ ഉണ്ടല്ലോ ഇടൂല. നല്ല സാധനം.